വെടിക്കെട്ട് അപകടം നടന്ന മുണ്ടത്തിക്കോട് വെടിക്കെട്ട് നിർമ്മാണശാലയിൽ അന്വേഷണ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പരിശോധന നടത്തി. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് നിർത്തലാക്കാൻ നിർദ്ദേശം നൽകില്ലെന്നും സുരക്ഷിതവും ശാസ്ത്രീയവുമായ രീതിയിൽ സാമഗ്രികൾ നിർമ്മിക്കാനാവശ്യമായ നിർദ്ദേശങ്ങൾ കമ്മീഷന്റെ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. വെടിക്കെട്ട് അപകടത്തിൽ പരിക്കുപറ്റി ചികിത്സയിൽ കഴിഞ്ഞിരുന്നവരെ സന്ദർശിച്ച് മൊഴിയെടുത്തതിനു ശേഷമാണ് ഏകാംഗ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ അപകടമുണ്ടായ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ശാല പ്രവർത്തിച്ചിരുന്ന സ്ഥലത്തെത്തിയത്. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ IAS, സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ R ദേശ്മുഖ്, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് R മനോജ്, തഹസീൽദാർ MC അനുപമൻ ഉൾപ്പെടെയുള്ളവരും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. വെടിക്കെട്ട് പുരകൾ പ്രവർത്തിച്ചിരുന്ന സ്ഥലങ്ങളും പൊട്ടിച്ചിതറിക്കിടക്കുന്ന വെടിക്കെട്ട് സാമഗ്രികളുടെ അവശിഷ്ടങ്ങളും കമ്മീഷൻ പരിശോധിച്ചു. ഏകദേശം 1 മണിക്കൂറിലധികം പരിശോധന നടത്തി. കളക്ടറോടും കമ്മീഷണറോടും വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. പരിശോധനാ സ്ഥലത്തേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനാനുമതി ഉണ്ടായിരുന്നില്ല. പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു. അപകട കാരണം വ്യക്തമായിട്ടില്ലെന്നും കണ്ടെത്താനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജോലി ചെയ്യുന്നവരുടെ അടുത്ത് നിന്ന് വേണം സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യാൻ. അവർക്ക് മാത്രമേ ഇതിൻ്റെ ആധികാരികമായിട്ട് ഇവിടെ എന്നാ അന്നേരം നടന്നേ ഇതൊക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കണം. അവരെല്ലാവരും പലരും ആശുപത്രിയിലായിരുന്നു. അവരിൽ മജോറിറ്റി സർവൈവ് ചെയ്തു. ഇപ്പോൾ 43 പേരുണ്ടായിരുന്നാണ് കളക്ടർ പറയുന്നത്. അതിൽ 27 പേര് സർവൈവ് ചെയ്തിട്ടുണ്ട്. 2 പേര് ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. അവരുടെ കണ്ടീഷൻ വലിയ കുഴപ്പമൊന്നുമില്ല. ഒരാൾക്ക്, ഒരു ലേഡിക്ക് കാലിന് മാത്രമേ വരുക്കുള്ളൂ. അവർ കുറച്ചൊക്കെ വിവരിച്ച് തന്നു എൻ്റെ അടുത്ത്. അപ്പം ഇവരുടെ എല്ലാ ഡീറ്റെയിൽസും ഡേറ്റായും പോലീസിൻ്റെ മഹസർ റിപ്പോർട്ടും എല്ലാം റെക്കോർഡിലുണ്ട്. അതുകൂടാതെ ഞാനൊന്ന് കണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇവരെ എല്ലാം പോലീസ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ എല്ലാവരെയും വിളിപ്പിക്കും, അവരെ എല്ലാം കേൾക്കും. എന്നിട്ട് നിജസ്ഥിതി മനസ്സിലാക്കി റിപ്പോർട്ട് കൊടുക്കും. എന്തൊക്കെയാണ് ഗവൺമെൻറ് ഉദ്ദേശിച്ചിട്ടുള്ള കമ്മീഷനിൽ നിന്ന് എന്നുള്ളത് എനിക്കറിയില്ല. അടുത്തടുത്തുള്ള സൗകര്യം കുറഞ്ഞ ചെറിയ ഷെഡുകളിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതെന്നും സുരക്ഷവും ശാസ്ത്രീയവുമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. പരിക്കേറ്റവരുടെയും മറ്റു തൊഴിലാളികളുടെയും മൊഴിയെടുക്കും. കേരളത്തിലെ ഉത്സവങ്ങളുടെ പ്രധാന ആകർഷണമാണ് വെടിക്കെട്ട്. വിദേശികൾ ഉൾപ്പെടെ വെടിക്കെട്ട് കാണാൻ കേരളത്തിൽ എത്തുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് പേരുടെ ഉപജീവനമാർഗമാണ് വെടിക്കെട്ട്. അതുകൊണ്ടുതന്നെ വെടിക്കെട്ട് നിർത്തലാക്കാൻ നിർദ്ദേശം നൽകുന്നില്ലെന്നും വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ച് സുരക്ഷിതമായ രീതിയിൽ വെടിക്കെട്ട് നടത്താനുള്ള നിർദ്ദേശങ്ങൾ നൽകുമെന്നും 6 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. പലരും നിങ്ങളെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യം, വെടിക്കെട്ട് നിരോധിക്കാൻ ശുപാർശ ചെയ്യുമെന്ന്. ഏതായാലും ആ വിഷയത്തിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. വെടിക്കെട്ട് അപകടരഹിതമായിട്ട് നടത്താവോ എന്ന് തന്നെ ആലോചിക്കും. അങ്ങനെ നടത്താമെങ്കിൽ പിന്നെ വെടിക്കെട്ട് നിരോധിക്കേണ്ട ആവശ്യമില്ല. ദേവസ്വങ്ങളുടെ അഭിപ്രായം, ഇപ്പോൾ ഇവിടെ തന്നെ വലിയ ദേവസ്വമാണല്ലോ വെടിക്കെട്ടുകൾ നടത്തുന്നത്. അതുപോലെ മതസ്ഥാപനങ്ങൾ, വെടിക്കെട്ട് നടത്തുന്ന മതസ്ഥാപനങ്ങൾ, എല്ലാവരുടെ അഭിപ്രായം ചോദിക്കും. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന 6 മാസമാണ്. 6 മാസത്തിൽ റിപ്പോർട്ട് കൊടുക്കാൻ ഒക്കുമായിരിക്കും. അത്ര വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഇതിൻ്റെ നടത്തിപ്പുകാരൻ ഭാഗ്യദോഷം കൊണ്ട് മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്താണ് ഏറ്റവും സുപ്രധാന തെളിവ് കിട്ടേണ്ടത്. അദ്ദേഹം മരിച്ചുപോയി. പലരും എൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ 2 പേരുടെ സംസാരിച്ചു. ഒരാൾ വളരെ സത്യസന്ധമായിട്ടാണ് പറയുന്നത്, അല്ലാണ്ട് ഒന്നും അയക്ക് ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല. അതിലൊരു ജോലിക്കാരൻ മാത്രമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പാവപ്പെട്ട ആൾക്കാർ ജോലി ചെയ്യാൻ വന്നു എന്നല്ലാതെ അവർക്കൊന്നും എന്നാ സംഭവിച്ചതെന്ന് പോലും ഇപ്പോഴും മനസ്സിലായിട്ടില്ല.